ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ഒന്ന് നടുവിൽ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് ഇഞ്ചിയും നമുക്കൊരു വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അതിലേക്ക് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴുത്ത മാങ്ങ എടുത്തിട്ടുള്ള അപ്പോൾ ഒരു മാങ്ങ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മാങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നല്ലൊന്ന് കുഴഞ്ഞ പരുവത്തിലായിട്ട് വരണേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിലാണ് കേട്ടോ നന്നായിട്ടുണ്ടാവുക. പിന്നെ കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതിയാവും കേട്ടോ. തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയും കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി പഴുത്ത മാങ്ങയുടെയൊക്കെ സീസൺ വരുമല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്